മിനിമം 2 lakhs നമ്മുടെ വീട് പണിയുടെ പ്ലാനിങ് സ്റ്റേജിൽ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. എങ്ങനെയാണ് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ നോക്കാം. വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. നമുക്ക് ആ മാസ്റ്റർ ബെഡ്റൂം ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്യാം. നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ബേസിക് റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ്. ഈ ഒരു ഡിസൈൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ പ്രോസസ് ആണ്. എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലയൻസിനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ലിസ്റ്റ്, വാർഡ്രോബ്, കട്ടില് കാര്യങ്ങളിലേക്ക് വ്യക്തമായ അവരുടെ ഉള്ളിൽ ഒരു ധാരണ ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. കൂടാതെ അവർ നിലവിൽ താമസിക്കുന്ന റൂമിന്റെ വലുപ്പവും പിന്നെ ബെഡിന്റെ സൈസും വാർഡ്രോബിന്റെ സൈസും ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. അതിനുശേഷമാണ് ഇവർക്ക് എത്ര വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് വേണ്ടത്, എത്ര വലുപ്പത്തിലുള്ള ഫർണിച്ചേഴ്സ് ആണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. നമുക്കൊരു ബേസിക് റിക്വയർമെന്റ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ബെഡ്റൂമിൽ പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് ബെഡ്, വാർഡ്രോബ്, സ്റ്റഡി ടേബിൾ, സീറ്റിംഗ് സ്പേസ്, കോഫി ടേബിൾ, ഡ്രസ്സിംഗ് റൂം, പിന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു റൂമിന്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു അപ്രോക്സിമേറ്റ് 160 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം ആണ്. ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി കൊണ്ട് ബെഡ് വരുന്നുണ്ട്, ഒരു വാർഡ്രോബ് സ്പേസ് വരുന്നുണ്ട്, ചില കോഫി ടേബിൾ, 2 സീറ്റിംഗ് സ്പേസും ഒരു സ്റ്റഡി ടേബിളും വരുന്നുണ്ട്. ഇത് 160 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് നമുക്ക് എങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കാം. ഫാമിലി കോട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കുട്ടികളൊക്കെ മുതിർന്നവരുണ്ടെങ്കിൽ പാരന്റ്സ് മാത്രം ഒന്നുണ്ടെങ്കിൽ ഇപ്പോ നമുക്കൊരു ഡബിൾ കോട്ട് ബെഡ് തന്നെ ആവശ്യത്തിന് സ്പേസ് ഉണ്ടാവും. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോട്ട് ചെറുതാക്കാൻ സാധിക്കും. അതിന്റെ സൈസ് നമുക്ക് 5.9 നിന്ന് 5 ഫീറ്റ് ആക്കാം. നമുക്ക് അതുപോലെ ബെഡിന്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോ 5 ഫീറ്റ് ആക്കാം. നമുക്ക് നിലവിൽ ഇപ്പൊ ഈ ബെഡ്റൂമും വാർഡ്രോബും തമ്മിൽ 3.2 ഫീറ്റോളം ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. ബെഡ് ചെറുതാക്കിയപ്പോ നമുക്ക് അവിടെ ഒരു 2.5 ഫീറ്റ് ഇനഫാണ്. ആ ഡോർ തുറന്ന് നമുക്ക് ആ സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഏകദേശം 4 ഫീറ്റോളം വരുന്നുണ്ട്. അവിടെ നമുക്കൊരു 2.5 ഫീറ്റ് ആവശ്യമുള്ള സ്പേസ് അത് മതിയാവും. നമുക്ക് ആ സീറ്റിംഗ് സ്പേസ് നമുക്കൊരു ബേ വിൻഡോ ആയി കൊടുക്കാം. ഏകദേശം ബെഡ് കഴിഞ്ഞ് 5 ഫീറ്റിൽ കൂടുതൽ നമുക്കിവിടെ സ്പേസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കി അത്രയും സ്പേസ് നമുക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും. ഫൈനലി നമുക്ക് ഈ ഒരു ഇതിനകത്തോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ റിക്വയർമെന്റ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. വാർഡ്രോബ് സ്പേസ് ഉണ്ടാവും, ബെഡ് ഉണ്ടാവും, സ്റ്റഡി ടേബിൾ ഉണ്ടാവും, സീറ്റിംഗ് സ്പേസ് ഉണ്ടാവും. നമുക്ക് ഏരിയ കുറക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത്. ഇമേജ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫിനിഷിലാണ് വരുന്നത്.